ഇങ്ങനെയാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഇതാണ് മുസ്ലിമീങ്ങൾ ചൊല്ലുന്ന തൽബിയത്ത്. ഇത് ഏകദൈവ വിശ്വാസികളുടെ തൽബിയത്താണ്. അഥവാ അള്ളാഹുവെ, നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു, നിനക്ക് യാതൊരുവിധ പങ്കുകാരുമില്ല, എല്ലാ സ്തുതികളും എല്ലാ അധികാരവും നിനക്ക് മാത്രമാണ് എന്ന് പറയുന്ന തൽബിയത്ത്. എന്നാൽ മക്ക മുശ്രിക്കുകളുടെ തൽബിയത്ത് അങ്ങനെയായിരുന്നോ? അല്ല. അവരുടെ തൽബിയത്ത് എങ്ങനെയാണ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവെ, നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്ക് പങ്കുകാരില്ല എന്ന് പറഞ്ഞിട്ട് അവര് നിർത്തുന്നില്ല. ഇമാം മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ ശരീക ലക് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയും, ഖദ് മതി, അവിടെ നിർത്ത് എന്ന് പറയും. പക്ഷെ അവർ നിർത്തില്ല. അവരെന്തു പറയും? നിനക്ക് യാതൊരുവിധ പങ്കുകാരുമില്ല എന്നല്ല, ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരനുണ്ട്, എന്നാൽ ആ പങ്കുകാരനാകട്ടെ ഹുവലക്, അത് നിനക്കുള്ളത് തന്നെയാണ്. തംലിക്കുഹു വമാ മലക്ക, ആ പങ്കുകാരെയും നീയാണ് അധീനപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതനായ ദൈവം അള്ളാഹു എന്ന ആ ഒരു ശക്തിയാണെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാലോ ആ പ്രഖ്യാപനത്തോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ കീഴിൽ കുറെ കുട്ടി ദൈവങ്ങളുണ്ട് എന്നും അവർ വിശ്വസിച്ചിരുന്നു. അപ്പൊ തീരുമാനമായി എന്താണ്? അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്ത് ഓല് ചൊല്ലിയിരുന്നു. അത് ഏതല്ലയാണ്? റബ്ബായ ഇലാഹായ ഈ ഏകദൈവത്തിനെ തന്നെയാണ് അവര് വിശ്വസിച്ചിരുന്നത്. ആരാ പറയണത്? ഹാരിസ് മദനി. ആരാണ് ഹാരിസ് മദനി? AP സമസ്തയുടെ പിന്നാലെ നടക്കുന്ന ആള്. അപ്പോ ഓലിക്ക് അള്ളാനെ അറിയായിരുന്നു എന്നാ പറഞ്ഞത്. അത് ആ അല്ലല്ല, വേറെ അല്ലേന്ന് പറഞ്ഞ പേരോടനെയും തള്ളി അല്ലേ? വേറെ അല്ലേണ് അത് പറയുന്ന ഭാഗം ഒന്ന് കേട്ടോളൂ. വേറെ അല്ലേണ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളൂ ആ വാക്ക്. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ല എന്താണ്? ഉള്ള അല്ലല്ല ഒരു സങ്കല്പാണ്. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ല എന്താണ്? ഉള്ള അല്ലല്ല ഒരു സങ്കല്പാണ്. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. കേട്ടോ? അപ്പൊ അവര് വിശ്വസിച്ചത് അള്ളാഹുവിലല്ല, വേറൊരു സങ്കല്പമാണ്. അതുപോലെ തന്നെ മക്ക മുശ്രിക്കുകള് അവര് അള്ളാഹുവിനെ അറിയാത്തവരായിരുന്നു, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലായിരുന്നു എന്ന് പറയുന്ന മുഴുവൻ ഈ വാദികളെയും ഈ മുസ്ലിയാര് തള്ളിയില്ലേ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ഹജ്ജിന്റെ സമയത്ത് മക്ക മുശ്രിക്കുകളായിരുന്ന ഉത്ബയും ഷൈബയും അതുപോലെ തന്നെ അബൂജഹലും അബൂലഹബും ഒക്കെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഹാരിസ് മദനി പറഞ്ഞത്. അതന്നെയാണ് ഹാരിസ് മദനി ഇവിടെ ഈ മുജാഹിദീങ്ങളും പറഞ്ഞത് അല്ലേ? അപ്പോ അതല്ല, അത് വേറെ അല്ലയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാറ്റിലും കോളിലും പെട്ട് തിരമാലയിൽ ആടിയുലയുന്ന കപ്പലിൽ ഇരിക്കുന്ന സമയത്ത് അപ്പോ മക്ക മുശ്രിക്കുകള് അവര് ഇഖ്ലാസോട് കൂടി നിഷ്കളങ്കമായിക്കൊണ്ട് മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവോട് മാത്രമായിക്കൊണ്ട് ഇഖ്ലാസോട് കൂടി അവര് ദുആ ചെയ്തിരുന്നു. അത് ഏതല്ലെന്ന് പറഞ്ഞത്? അത് വേറല്ല, അവര് വിശ്വസിച്ചല്ല. എന്നാൽ ഇയാള് പറഞ്ഞ കാര്യത്തില് ഒരു ഭാഗം മാത്രമാണ് ഇയാളൊന്ന് വളച്ചൊടിക്കാൻ നോക്കിയത്. അത് ഇത്ര മാത്രമാണ്. യഥാർത്ഥ അള്ളാഹുവിനെ അവർ വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുന്ന മറ്റു ചിലരെയും ഇവർ ആരാധിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. അത് അള്ളാഹുവിനൊപ്പം ചെറിയ ചെറിയ കുട്ടി ദൈവങ്ങളെയാണ് എന്നാണ് പറഞ്ഞത്. ദൈവങ്ങൾ എന്നുള്ളത് കൊണ്ട് ആ കുട്ടി ദൈവങ്ങളാണ് ഈ ലോകം സൃഷ്ടിച്ചതെന്ന് മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നില്ല. മഴ വർഷിപ്പിക്കുന്നത് ആ കുട്ടി ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്നില്ല. ഭക്ഷണം നൽകുന്നത് ആ കുട്ടി ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്നില്ല. മറ്റൊരു കാര്യവും ചെയ്തിരുന്നത് ആ കുട്ടി ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഇവർ ആ കുട്ടി ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിരുന്നു, അതുപോലെയുള്ള കാര്യങ്ങൾ, നേർച്ച വഴിപാടുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആരാണ് ഇതൊക്കെ ചെയ്തു തരുന്നത്? മഴ വർഷിപ്പിക്കുന്നതും അള്ളയാണ്. അതുപോലെ തന്നെ ഭക്ഷണം നൽകുന്നതും കുട്ടിയെ കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ഈ ലോകം നിയന്ത്രിക്കുന്നതും മുദബ്ബിറുൽ ആലം അല്ലെങ്കിൽ ഖുതുബുൽ ആലം അള്ളയാണ് എന്നുള്ളത് മക്ക മുശ്രിക്കുകൾ പോലും വിശ്വസിച്ചിരുന്നു. എന്നാൽ അവർ ഉലൂഹിയത്തിൽ ശിർക്ക് ചെയ്തുകൊണ്ട് വിളിച്ചു തേടൽ, ഇസ്തിഗാസ, സഹായാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ ലാത്ത ഉസ്സ മനാത്ത പോലെ ആരെയൊക്കെയോ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അത് തന്നെയല്ലേ ഇപ്പൊ ഇവിടെ ചില മുശ്രിക്കീങ്ങൾ കാട്ടുന്നതും? എന്താ കാട്ടുന്നത്? അള്ള കൊടുത്ത കഴിവുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ചില ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും തേടുകയും സഹായാർത്ഥന നടത്തുകയും ചെയ്തിട്ട് ഇസ്തിഹാസയാണെന്നും പറഞ്ഞിട്ട് ഓമന പേരിട്ടിട്ട് പച്ച ശിർക്ക് ചെയ്യുന്നില്ലേ?
അത് തന്നെയല്ലേ പറഞ്ഞത്. ഈ സംബന്ധമായിക്കൊണ്ട് ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു ചെറിയൊരു പ്രഭാഷണം ഇതിന് ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക, സത്യം തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആനിലെ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 13-ാമത്തെ വചനം അറബികളോടാ പറയുന്നത്. എന്താ അറബികളുടെ വാദം? അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ടാ ഞങ്ങൾ ചോദിക്കുന്നത്. ഒന്നുകൂടി മനസ്സിലാക്കണം, ഈ ആയത്ത് വെറുതെ ഉണ്ടായതല്ല ഖുർആനിൽ. അന്നത്തെ സമസ്ത, അബൂജഹലിന്റെ നേതൃത്വത്തിലെ സമസ്ത, അന്നത്തെ അബൂലഹബിന്റെ നേതൃത്വത്തിലെ സമസ്ത ഒരു കാര്യം വളരെ ഗൗരവമായി വാദിച്ചു. ഞങ്ങൾ ഒരിക്കലും അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് ഞങ്ങൾ പറയണില്ല. എന്താ അതിന്റെ തെളിവ്? അവരങ്ങനെ പറഞ്ഞു എന്നുള്ളതിന്റെ തെളിവ്? നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ നാവിന്റെ ബലമാണ്, ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ പ്രമാണത്തിന്റെ ബലമാണ്. സുൽത്താനുണ്ട്, ഞങ്ങൾക്ക് തെളിവുണ്ട്, കൃത്യമായ തെളിവ്. സ്വഹീഹ് മുസ്ലിം കിതാബുൽ ഹജ്ജ്, മക്കയിലെ മുശ്രിക്കുകൾ തൽബിയത്ത് ചൊല്ലി റസൂലുള്ളാഹിന്റെ കഅബത്തിലേക്ക് വരികയാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കഅബത്തിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അബൂജഹലും അബൂലഹബും അതുപോലെയുള്ള വലീദ് ഇബ്നു മുഗീറയും ഒക്കെ ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ ഒക്കെ അവര് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവർ പറയുന്നതറിയോ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹ് നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ല അല്ലാഹ്. അത്രയും പറയുമ്പോ എന്താ നടക്കുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കേട്ടോ, മുജാഹിദ് ബാലുശ്ശേരി അല്ല, ഫൈസൽ മൗലവി അല്ല, ഹുസൈൻ സൽഫി അല്ല, കെ മൗലവി അല്ല, ഉമർ മൗലവി അല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അല്ല, ഇബ്നു ഖയ്യിം ജൗസി അല്ല, പിന്നെ ആരാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ല എന്ന് പറയുമ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഇടപെടും. ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും ഖത് ഖത്, റസൂലുള്ളാഹി അവരോട് പറയാണ്, മതി 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 മതി, ബാക്കി പറയല്ലേ, വൈലക്കും നിങ്ങൾക്ക് നാശം, ബാക്കി പറയല്ലേ. എന്താണ് അവർ പറഞ്ഞിരുന്ന നാശകരമായ വാക്ക്? ഇന്ന് AP സുന്നികൾ ആ നാശകരമായ വാക്ക് ഒന്നുകൂടി കേട്ടോ. നബി പറയരുതെന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ പറയുന്നു. അന്ന് അവർ നബിയെ ധിക്കരിച്ചു പറഞ്ഞ പോലെ, അബൂജഹൽ ധിക്കരിച്ചു പറഞ്ഞ പോലെ, വലീദ് ഇബ്നു മുഗീറ ധിക്കരിച്ചു പറഞ്ഞ പോലെ നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നാശം എന്ന് നബി പറഞ്ഞ ആ വാക്ക് നിങ്ങൾ ഇപ്പോഴും പറയുന്നു. അതെന്താ? ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, നിനക്ക് ഒരു തരത്തിലുള്ള കൂറുകാരുണ്ട്. ആ കൂറുകാരുടെ പ്രത്യേകത എന്താ? അവരൊന്നും ഉടമപ്പെടുത്തുന്നില്ല. അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അത് മുഴുവൻ നീ കൊടുത്തതാണ്. നോക്കൂ, അബൂജഹൽ എന്താ പറയുന്നത്? അബൂബക്കർ എന്താ പറയുന്നത്? അല്ലാഹുവേ, നീ കൊടുത്ത കഴിവല്ലാത്ത ഒരു കഴിവും അവർക്കില്ല റബ്ബേ. നീ കൊടുത്ത കഴിവ് അവർക്ക് സ്വയം പര്യാപ്തതല്ല. അവരൊരു ചെറുവിരൽ പോലും അനക്കുന്നില്ല നീ കൊടുത്ത കഴിവുകൊണ്ടല്ലാതെ. ഇനി വേറൊരു സത്യം പറഞ്ഞോട്ടെ നിങ്ങളോട്. ഈ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഭാസ്കരൻ, സുരേന്ദ്രൻ, ദേവൻ, നരേന്ദ്രമോദി, ഈ നാട്ടിലെ ഹൈന്ദവര് ഓരോ വിശ്വാസം എന്താ അറിയാം നിങ്ങൾക്ക്? ഓരോ വിശ്വാസം നമ്മളല്ല പറയേണ്ടത്, ഓരോ പറയേണ്ടത്. എന്തോ ഓരോ വിശ്വാസം? ഹിന്ദുധർമ്മ പരിചയം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്, ഹിന്ദുധർമ്മ പരിചയം. ആ പുസ്തകത്തിന്റെ 48-ാമത്തെ ചാപ്റ്റർ 121-ാമത്തെ പേജിൽ എന്താണ് അറിയുന്നത്? ഒരു ദേവിക്കോ ദേവനോ സ്വന്തമായൊരു കഴിവുമില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ പടച്ചോൻ കഴിവ് കൊടുത്തിട്ടല്ലാതെ. ഒരു ഹൈന്ദവ പുസ്തകത്തിൽ എഴുതിയ വാചകാണ്. ശ്രീരാമ മഠം, പുറനാട്ടുകര, തൃശൂർ. ആ പുസ്തകം ഒന്നോ പലതോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒന്നോ പലതോ അദ്ദേഹത്തിന്റെ പേര് തന്നെ. അതിലാ പറയുന്നത് എന്ത്? ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകത്തിലാ പറയുന്നത് എന്ത്? ഒരു ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല. ആ ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ പ്രപഞ്ചനാഥൻ കഴിവ് കൊടുക്കണം. ഞാൻ ചോദിക്കുന്നു, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസവും ഇന്ത്യയിലെ ഹൈന്ദവ വിശ്വാസവും സമസ്തയുടെ വിശ്വാസവും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ ഇനി ഞാൻ എന്ത് തെളിവാണ് നിങ്ങൾക്ക് ഉദ്ധരിച്ചു തരേണ്ടത്? പറയൂ, നിങ്ങൾ പറയൂ. ഞാൻ അത്ര ആത്മാർത്ഥമായിട്ടാണ് ഈ പ്രസംഗം ചെയ്യുന്നത്, വളച്ചുകെട്ടില്ലാതെ. ഇവിടെയുള്ള സുരേന്ദ്രൻ എന്ത് വിശ്വസിക്കുന്നുവോ അതാണ് ഇവിടുത്തെ ഒരു വലിയ ഉസ്താദ്. മക്കത്ത് പോയി ഹജ്ജ് ചെയ്ത് തിരിച്ചു പോരുന്ന, അനേക റാങ്കുകൾ നേടിയ പണ്ഡിതനായ, അല്ലെ, സനദ്ദാനം ഏറ്റുവാങ്ങിയ സഖാഫിമാരും ഫൈസിമാരും ഇവിടെയുള്ള ബാലകൃഷ്ണന്റെ വിശ്വാസമാണ് അവന്റെ വിശ്വാസമെങ്കിൽ പറയൂ, എന്താണ് വ്യത്യാസം? എന്താണ് വ്യത്യാസം? അപ്പൊ അള്ളാഹു, ഞാനൊരു ഹദീസ് ഉദ്ധരിച്ചു, ഒരായത്ത് ഉദ്ധരിച്ചു. എന്താ അവരുടെ വിശ്വാസം? അള്ള കൊടുത്ത കഴിവ്. അള്ള എന്താ പറയണേ? അത് ഈ വിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണ് അള്ള എന്ന് പറഞ്ഞത്. അത് നിങ്ങളെ തെറ്റായ ധാരണയാണ്. അങ്ങനെ കൊടുത്തിട്ട് അതേ വിശ്വാസമുള്ള സമസ്തക്കാരോട് അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളായ സലഫികൾ പറയുന്നു ഈ വിശ്വാസം ശരിയല്ല. മനസ്സിലായോ? എന്നാ വ്യത്യാസം മനസ്സിലായോ? ശരിക്കും പഠിക്കാൻ കഴിഞ്ഞോ?
നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മൾ അവരോട് പറയുന്നത് എന്താണ്? സമസ്തക്കാരോട്. അന്ന് നബി അബൂജഹലിനോട് പറഞ്ഞ എന്താ? അള്ള കൊടുത്ത കഴിവെന്നാ ചോദിക്കണെന്നുള്ള നിങ്ങളെ വിശ്വാസം ശിർക്കാണ്, ശരിയല്ല, അങ്ങനെ ഒരു കഴിവ് അള്ള കൊടുത്തിട്ടില്ല. ഇനി ഞാൻ ചോദിക്കുന്നത്, അബൂജഹലിന്റെ വിശ്വാസം അള്ള കൊടുത്ത കഴിവെന്നാ തേടുന്നതെങ്കിൽ ആ വിശ്വാസം ശരിയല്ല എന്ന് 4 ആയത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ ആയത്ത് തന്നെയല്ലേ ഇന്ന് നമുക്ക് സമസ്തക്കാരോട് ഓതാനുള്ളത്? അല്ലേ? നിങ്ങൾ ചിന്തിക്ക്, മദ്യപിക്കരുത് എന്ന് അക്കാലക്കാരോട് പറഞ്ഞാൽ ഇക്കാലക്കാരോടും ആ ആയത്ത് തന്നെയല്ലേ പറയാ. അപ്പൊ അവര് ചോദിക്കാണ്, അത് മക്കയിൽ ഇറങ്ങിയ ആയത്തല്ലേ? അത് മക്കാമുശ്രിക്. ശരി, മക്കയിലും മദീനയിലല്ലാതെ ഇവിടെ മുക്കത്തോ ഈ പറഞ്ഞ ഈ സ്ഥലത്തോ വേറെ എവിടെങ്കിലും ഖുർആൻ വചനം ഇറങ്ങിയിട്ടുണ്ടോ? മഞ്ചേരി ഇറങ്ങിയ ഖുർആനിക വചനം, ബാലുശ്ശേരിയിൽ ഇറങ്ങിയ 5 ഖുർആനിക വചനങ്ങൾ, അങ്ങനെ ഉണ്ടോ? ഇല്ല. മക്കയിലും മദീനത്തും തന്നെ ഇറങ്ങി, ഈ 2 സ്ഥലത്ത് ഇറങ്ങി. ലോകത്ത് മനുഷ്യന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ഈ ആയത്തുകൾ ബാധകമാണ്. സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു ഖുർആനിക വചനം, കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനി فلا يملكون كشف الضر عنكم ولا تحويلا أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان مقدورا. 17 അധ്യായം 56-57 വചനം. ഇതിന്റെ അർത്ഥം എന്താ അറിയോ? അല്ലാഹുവിനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, ആ ആളുകൾ തന്നെ അള്ളാഹുലേക്ക് സാമീപ്യം തേടുന്നവരാണ്. അവർ തന്നെ അള്ളാഹിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്. അതിലൊരു വാചകം എന്താ അറിയുന്നത്? നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാനോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താനോ ഉള്ള കഴിവ് അവർക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല. ഒരു ഉപദ്രവം നീക്കാനോ നിങ്ങളുടെ അവസ്ഥക്ക് മാറ്റം വരുത്താനോ ഉള്ള കഴിവ് എത്ര കൃത്യമാണ് കൂട്ടരെ. ഞാൻ ചോദിക്കുന്ന സമസ്തക്കാര് ഖുർആൻ ഹിഫ്ള് സെന്റർ എന്തിനു തുടങ്ങിയതാ? EKP സുന്നയുടെ ഹിഫ്ള് സെന്റർ എന്തിനു തുടങ്ങിയതാ? ആ ഹിഫ്ള് സെന്ററിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന 17 അധ്യായത്തിന്റെ 56-57 വചനത്തിൽ റഹ്മാനായ റബ്ബ് പറയാണ്. എന്ത് പറയാണ്? ഒരു ഉപദ്രവം നീക്കാനോ നിങ്ങൾക്കൊരു ഉപകാരം തരാനോ ഉള്ള കഴിവ് ഒരു മരിച്ചുപോയ നബിക്കോ ഒരു വലിയനോ ഇല്ല എന്ന് അല്ലാഹ് തീർത്തു പറഞ്ഞിട്ട് ഉണ്ടെന്ന് പറയുന്ന നിങ്ങൾ എത്ര വലിയ ആക്രമികളാണ്. തീർന്നില്ല. അടുത്ത വാചകം വല്ലാത്തൊരു വാചകം, 35-13. അതെന്താ? യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ ശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മ ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير ما يملكون من قطمير. അറബികൾക്ക് ഇത്രമേൽ പരിചയമുള്ളൊന്ന് ഈത്തപ്പഴം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നതറിയോ? ഈത്തപ്പഴത്തിന്റെ ഉള്ളിലെ കുരു, ആ കുരു എടുത്താൽ അതിന്റെ മേലെ വെളുത്തിട്ടൊരു പാട കാണാം. യംലികൂന മിൻ ഖിത്മീർ. ഖിത്മീർ, ആ ഈത്തപ്പന കുരുവിന്റെ പാട പോലും നിങ്ങൾ വിളിക്കുന്ന മരിച്ചുപോയ മഹാന്മാര് അധീനപ്പെടുത്തിയിട്ടില്ല. എന്നിട്ടല്ലേ നിങ്ങളെ ജീവിതത്തിൽ കുട്ടികളെ തരുന്നത്, നിങ്ങളെ രോഗം മാറ്റുന്നത്, നിങ്ങളുടെ അവസ്ഥക്ക് ഭേദം വരുത്തുന്നത്? അതുണ്ടാവൂല എന്നല്ല തീർത്തു പറഞ്ഞപ്പോ ഈ ഖുർആൻ വായിക്കുന്ന സലഫികൾക്ക്, ഈ ഖുർആൻ വായിക്കുന്ന മുജാഹിദുകൾക്ക് സമസ്തയിലെ മെമ്പറാകാൻ സാധ്യമേ അല്ല. എന്തുകൊണ്ട്? അബൂജഹലിന്റെ വിശ്വാസം പേറി നാളെ നരകത്ത് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ചിന്തിക്കുക.